ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 39-ാം ദിനം. അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും നാളുകളാണ് നോമ്പ് കാലഘട്ടം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി കരയേണ്ടുന്ന നാളുകൾ. ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്നിരിക്കേണ്ടുന്ന നാളുകൾ. ദൈവഹിതത്തിനായുള്ള സമർപ്പണം, സബ്മിഷൻ ടു ഗോഡ്സ് വില്ലാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഇതിന് ആസ്പദമായ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 38-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ചിലരുടെ ജീവിതത്തെ താറുമാറാക്കുന്നു, എന്നാൽ മറ്റു ചിലരെ അത് ബലപ്പെടുത്തുന്നു. അവിവാഹിതയായ മറിയ യുവത്വത്തിൽ ഗർഭവതിയാകുന്നു എന്ന വാർത്ത ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ദുരൂഹതയുണർത്തുന്നതും വ്യക്തിപരമായി സുഖകരമല്ലാത്ത വാർത്തയുമാണ്. പുരുഷനെ അറിയാതെ അമ്മയായി തീരുക എന്നത് സമൂഹം വെറുക്കുന്ന, അപമാനത്തിൻ്റെ ഉടമയാക്കുന്ന അനുഭവമാണ്. ഇന്ന് വാർത്തകളുടെ ഒരു ലോകത്ത് നാം ജീവിക്കുന്നു. കൂടുതലും പേടിപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തകൾ. എന്നാൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ സുഖകരമല്ലാത്ത വാർത്തയോടുള്ള കന്യക മറിയത്തിൻ്റെ പ്രതികരണവും ദൈവഹിതത്തിനായുള്ള സമർപ്പണവും വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിന് തന്നെയും അത് മംഗളവാർത്തയാക്കി മാറ്റുന്നതിന് ഇടയാക്കി. അങ്ങനെ സാധ്യമായി തീർന്നത് ദൈവകൃപയിലൂടെ മാത്രമാണ്. ദൈവകൃപയുടെ 4 കാര്യങ്ങളാണ് ഇവിടെ പറയുവാനായി ആഗ്രഹിക്കുന്നത്. 1. അർഹതയില്ലാത്ത ആനുകൂല്യമാണ് ദൈവകൃപ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ ദൈവകൃപയാണ് തിരഞ്ഞെടുപ്പിന് ആധാരം. പൗരോഹിത്യ പാരമ്പര്യമോ ശ്രേഷ്ഠത അവകാശപ്പെടുന്ന സാഹചര്യങ്ങളോ ഒന്നും മറിയയ്ക്കില്ല. സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി. സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് അസാധാരണമായതിനു വേണ്ടി നിയോഗം ലഭിച്ചത് ദൈവകൃപയാൽ മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏതൊരു ശുശ്രൂഷയും അനുഗ്രഹമാകുന്നത് ദൈവകൃപ നമ്മോട് കൂടെ ഉള്ളപ്പോൾ മാത്രമാണ്. രണ്ടാമതായി, കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഇടയാക്കുന്നതാണ് ദൈവകൃപ. ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള വേദനയിൽ വേദന നിറഞ്ഞ പങ്കാളിത്തമാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ മറിയെ ശക്തീകരിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ദുഃഖങ്ങളും ക്ലേശങ്ങളും നീങ്ങിപ്പോകുന്നതിനെ ദൈവകൃപയുടെ അടയാളമായി നാം കാണാറുണ്ട്. കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് ലഭിക്കുന്നത് ദൈവകൃപയിലൂടെ ആണ്. 3. പതറിപ്പോകാതെ ക്രൂശിന് ചുമല് കൊടുക്കാനുള്ള ശക്തിയാണ് ദൈവകൃപ. ലോകത്തെക്കുറിച്ചുള്ള ദൈവഹിതത്തിൽ നാം പങ്കുചേരുമ്പോൾ ക്രൂശ് അനിവാര്യമാണ്. ദൂതൻ്റെ വാക്കുകളിലൂടെ ബുദ്ധിക്കും അനുഭവങ്ങൾക്കും അതീതമായ ദൈവത്തിൻ്റെ സാധ്യതകളെ കാണുവാനും ചുമല് കൊടുക്കുവാനും ഇവിടെ പരിശുദ്ധ മറിയം തയ്യാറാകുകയാണ്. 4. ദൈവശബ്ദത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ദൈവകൃപ. ഒന്നും പ്രതീക്ഷിക്കാതെ, മറുത്തൊന്നും പറയാതെ, യാതൊരു വ്യവസ്ഥയുമില്ലാതെ ഉടയവന് വേണ്ടി സ്വയം നൽകുന്നതിന് പരിശുദ്ധ മറിയം സന്നദ്ധയാകുന്നു. അതാണ് യഥാർത്ഥ സമർപ്പണം. കഠിനമായ കനൽ വഴികളാണ് മുമ്പിലുള്ളത് എന്നറിഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടത്തിനായി വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും താൻ കണ്ട സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ഒരു കുരിശ് യാത്രയ്ക്കായി സ്വയം സമർപ്പിക്കുകയായിരുന്നു. ഇനി തൻ്റെ സ്വപ്നങ്ങളും കാഴ്ചയും വഴിയും ഇഷ്ടങ്ങളും എല്ലാം ദൈവമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവനിയോഗങ്ങൾ തിരിച്ചറിയുവാൻ കൃപ ലഭിച്ചവരായി പരിശുദ്ധ മറിയത്തെ പോലെ ദൈവഹിതമാകാൻ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ പ്രാപ്തിയും കുരിശിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുവാൻ ധൈര്യവും ദൈവിക പദ്ധതികൾക്ക് ചുമല് കൊടുക്കുവാനുള്ള കരുത്തും ഞങ്ങൾക്ക് തരണമേ. ആമേൻ.